ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല കാര്യങ്ങളും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദറബല്ലാഹു മസലൻ എന്ന് പല തവണ വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറ തുടക്കത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മുനാഫിഖീങ്ങളെ കുറിച്ച് പരാമർശിച്ച ശേഷം അല്ലാഹു മുനാഫിഖീങ്ങളുടെ വാസ്തവം മനസ്സിലാക്കി തരാൻ വേണ്ടി ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങുന്നുണ്ട് ഈ സംഭവം, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു വിവരിക്കുന്നത്. അപ്പോൾ കുല്ലമ്മ അദാഅ ലഹും മശൗഫിഹി വൈദാ അദ്ലമ അലൈഹിം ഖാമു. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരാൾ നടന്നു പോവുകയാണ്, വെളിച്ചം കാണുന്നിടത്തോളം നടന്നു, എന്നാൽ വെളിച്ചം നിന്നപ്പോൾ ആളോട് നിന്നു. വൈദാ അദ്ലമ അലൈഹിം ഖാമു. ഇതൊരു ഉദാഹരണം പറഞ്ഞു. അതിൻ്റെ അർത്ഥം ചില മുനാഫിക്കങ്ങൾ ഇസ്ലാമിന് സേവനം ചെയ്യാനും ത്യാഗത്തിനും ജിഹാദിനും ഒക്കെ വരാൻ വേണ്ടി പറയുമ്പോൾ അവർ അവിടെ മാറി നിൽക്കും. എന്നാൽ മറ്റുള്ള നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഓടിപ്പുറപ്പെടുകയും ചെയ്യും. അപ്പോൾ നോക്കുക, ഈ കാര്യം ഒരു ഉദാഹരണ രൂപത്തിൽ വിവരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നോക്കുക, വേറെയും ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഈ 2 ആയത്തുകളിൽ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ തഫ്സീർ തബറിയിൽ പോയി നോക്കിയാൽ മതി, കാണാൻ പറ്റും. പിന്നെ ഈ ആയത്തിനെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞുകൊണ്ട് തന്നെ സഹാബാക്കൾ എന്നുള്ള റിവായത്ത് പറഞ്ഞിട്ടുണ്ട്. സഹാബാക്കൾ പറഞ്ഞതായി എന്താണ് പറഞ്ഞത്? മുനാഫിക്കീങ്ങൾക്ക് ഈ 2 ആയത്തിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, അല്ലാഹു അഅല വ അജൽ മിൻ അൻ യദ്രിബ ഹാദിഹിൽ അംസാൽ. ഇങ്ങനെയുള്ള ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറയുന്ന ആളല്ലല്ലോ അള്ളാഹു. അള്ളാഹിൻ്റെ സ്ഥാനം അതിനേക്കാൾ എത്രയോ മഹത്തമായ സ്ഥാനമാണ്. മഹത്വമുള്ള അള്ളാഹുവിന് ഇങ്ങനെയുള്ള ചില്ലറ ഉദാഹരണങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്ന് മുനാഫിക്കുകൾ ചോദിച്ചു. ഫഅൻസല അല്ലാഹു, അപ്പോൾ അള്ളാഹു അടുത്ത ആയത്ത് ഇറക്കി. അതാണ് ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദത്തൻ. അള്ളാഹു ആകട്ടെ ഒരു കൊതുകിനെ പോലും ഉദാഹരിക്കുന്ന കാര്യത്തിൽ അള്ളാഹു പിന്നെ മടി കാട്ടില്ല, മാറി നിൽക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊതുകിനെ പോലും ഉദാഹരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരുവിധ മടിയുമില്ല എന്ന്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഖുർആനിൽ വേറെയും പല ഉദാഹരണങ്ങൾ. വമസലുല്ലദീന കഫറൂ കമസലില്ലദീന യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ സുമ്മുൻ ബുക്മുൻ ഉംയുൻ ഫഹും ലാ യഅഖിലൂൻ. സൂറത്തുൽ ബഖറയിൽ തന്നെയാണ് ഈ ആയത്തും. ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. കഴുതയും ഒട്ടകവും ഒക്കെ നമ്മുടെ ശബ്ദം കേൾക്കും, പക്ഷെ എന്താ പറയുന്നത് അതിന് മനസ്സിലാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് വ്യക്തമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി യഹൂദികളെ കുറിച്ച്, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ആ ഗ്രന്ഥങ്ങൾ എന്താണ് പറഞ്ഞ് റസൂൽ തിരുമേനിയെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ ഉള്ള അവരുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ കഴുതയെ പോലെ ചുമക്കുന്നു, അതിലുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാവുന്നുമില്ല. കൃത്യമായി യഹൂദികളെ ഇവിടെ കഴുത എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട്. അപ്പോൾ ആ ഉദാഹരണ മൂലം ഇന്ന് യഹൂദികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഈ ആയത്ത് അവരിൽ ഫിറ്റായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വേറെ ഉദാഹരണം, ഈ ഉദാഹരണമൊക്കെ എല്ലാവരും സ്വീകരിക്കേണ്ട, ആർക്കും അതിലൊരു പരാതിയുമില്ല. പിന്നെ ഒന്നാണ് ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദമ ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസ എന്ന പദത്തിലും കുഴപ്പമില്ല. ഇവിടെ ഈസയുടെ ഉദാഹരണം അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ആദമിനോട് ചേർന്നാണ് അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നത്. ഈസയുടെ മിസാല് അല്ലെങ്കിൽ ഉദാഹരണം ആദമിൻ്റെ ഉദാഹരണമാണ്. അതായത് ഈസയും ആദവും ഒരുപോലെയാണെന്നാണ് ഈ പറയുന്നത്. അതിലും ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും കേൾക്കുന്നു, ആയത്ത് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത ആയത്ത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന എന്ന ആയത്ത് തുടങ്ങുന്നു. അതോട് ചേർന്ന് തന്നെ വമറിയമ ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. സൂറത്ത് തഹ്രീമിലെ ആയത്താണ്. ഇവിടെ സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് അള്ളാഹു കൊടുത്ത മിസാലാണ് ഒന്ന് ഫിറഔന്റെ ഭാര്യ, മറ്റൊന്ന് മറിയം ഇബ്നത്ത് ഇമ്രാൻ. ഇവിടെയും ആസിയ അല്ലെങ്കിൽ ഫിറഔന്റെ ഭാര്യയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു പ്രശ്നമില്ല. എന്നാൽ ഇവിടെ മറിയം എന്ന ഉദാഹരണം മറിയമിനോട് ഉപമിക്കുകയും മറിയമിൻ്റെ പുത്രനോട് ഉപമിക്കുകയും ചെയ്യുന്ന കാര്യം വന്നപ്പോഴാണ് ഇവിടെ കൂടെ ഒച്ചപ്പാടുണ്ടാക്കിയത്. അത് സ്വീകാര്യമല്ല. ബാക്കി എല്ലാ ഉദാഹരണവും സ്വീകാര്യമാണ്. ഈ കാര്യം അള്ളാഹു ഖുർആനിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ
വലമ്മാ ദുരിബ ഇബ്നു മറിയമ മസലൻ ഇദാ ഖൗമുക മിൻഹു യസുദ്ദൂൻ. സൂറത്തു സുഖ്റുഫിലെ ആയത്താണ്. പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് അവരൊക്കെ ഉദാഹരിച്ചിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന കാലത്തുള്ളവർക്കൊക്കെ വേണ്ടി എന്ന് പറഞ്ഞ ശേഷം പറയാണ് ഇബ്നു മറിയമിനെ മിസാലാക്കി ഞാൻ പറയുമ്പോൾ, അല്ല ഇബ്നു മറിയമിൻ്റെ ഉദാഹരണം ഉദാഹരിക്കപ്പെടുമ്പോൾ, അല്ലയോ മുഹമ്മദ് റസൂലുള്ള, താങ്കളുടെ സമുദായം ഒച്ചപ്പാടുണ്ടാക്കുന്നു, പരിഹസിക്കുന്നു. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്നത്. വേറെ എന്തെല്ലാം മിസാൽ ഖുർആനിൽ പറഞ്ഞു. ഈസ മസല ഈസ എന്ന് അവിടെയും കുഴപ്പമില്ല, ആർക്കും പരാതിയില്ല. ഈ ഒരു ഉദാഹരണം കേട്ടോ അവിടെ പ്രശ്നമാണ്. അതും ഖൗമുക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്, ആ കൗമിന് തന്നെയാണ്. നമ്മൾ എത്രയോ ആളുകളുടെ മുമ്പിൽ ഈ പോയിന്റ് പറയാറുണ്ട്. യഹൂദ നസാറാക്കളൊക്കെ അവർക്കൊന്നും കുഴപ്പമില്ല. നമ്മുടെ മുസ്ലിങ്ങളാണിത് കാണുമ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ സഹിക്കുന്നില്ല. നമ്മുടെ റസാഖ് സാബൊക്കെ പറഞ്ഞ പോലെ അവിടെ നമ്മളേതൊരു മറിയത്താത്താനെ ഓർമ്മ വരും, മറിയമ്മ പറയുമ്പോൾ. അപ്പോൾ അവരിട്ടിരിക്കുന്ന വസ്ത്രം, അങ്ങനത്തെ വസ്ത്രം വേണ്ടി വരുമല്ലോ ഒരാൾക്ക്, ഒരാണിനെ എങ്ങനെയാണ് ആ സ്ത്രീയുമായി ഉപമിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വരും. അത് ഈ ഖുർആനിലേക്ക് കാരണം ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ ഉദാഹരണം ഖുർആൻ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു ഉദാഹരണം മാത്രം എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല? അതിലുപരി റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഉദാഹരണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മറിയമ്മിൻ്റെ പുത്രനൊഴികെ എല്ലാവരെയും ശൈത്താൻ പിടിക്കുന്നു. അപ്പോൾ അതങ്ങനെ ശരിയാണോ പറഞ്ഞത്? എത്രയോ നബിമാരുണ്ട്, അവരൊക്കെ ജനിക്കുമ്പോൾ അവരൊക്കെ ശൈത്താൻ പിടിക്കുന്നുണ്ടോ? അവരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയ യജമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തിരുമേനി ഉണ്ടെന്ന് പറയേണ്ടി വരില്ലേ? ബുഖാരിയിലെ ഹദീസാണ്. അപ്പോൾ അതിന് പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ മറിയം ഇബ്നു മറിയം എന്ന് പറഞ്ഞത് ഉദാഹരണ രൂപത്തിലാണ്. ഇമാം സമഖ്ശരി തന്നെ പറഞ്ഞിട്ടുണ്ട് തഫ്സീർ കശാഫിൽ. ഞാൻ അതിന് മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു അത്. അപ്പോൾ അതിൽ പറഞ്ഞെന്താണ്? ഒക്കദാലിക കുല്ലു മൻ കാന ഫീ സിഫത്തിഹിമ, മറിയമിൻ്റെ ഇബ്നു മറിയമിൻ്റെ സിഫത്തോടു കൂടിയുള്ള എല്ലാവർക്കും ആരെയും ശൈത്താൻ പിടിക്കില്ല. അപ്പോൾ ഇവിടെ ഇതാണ് ഉദാഹരണം. അവിടെ മറിയമിൻ്റെ ഉദാഹരണം, ഇബ്നു മറിയമിൻ്റെ ഉദാഹരണം ഖുർആനിലുണ്ട്, കൂടാതെ ഹദീസിലും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ ഈ അവസാന ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മറിയം ഇബ്നത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖ്ന ഫീഹി മിൻ റൂഹിന, അതിൽ ഊതി എന്നുള്ളത് അവിടെ മുദക്കറാണ്, ഫീഹി എന്നാണ്. സൂറത്ത് അംബിയായിൽ ഫനഫഖ്ന ഫീഹ മിൻ റൂഹിന എന്നുണ്ട്. അവിടെ മറിയമിനെ കുറിച്ചാണ് പറയുന്നത്. ആ മറിയം എങ്ങനെ ആയിത്തീർന്നു, അള്ളാഹു അതിനെ ആക്കി ആ സ്ഥാനം. ഇവിടെ ഫീഹി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മുഅ്മിനുണ്ടല്ലോ, ഈ മറിയമിൻ്റെ സിഫത്തിൽ വരുന്ന ആ മുഅ്മിനിലേക്കാണ് മുദക്കറായിട്ട് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ, ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മറിയമിൻ്റെയും ഇബ്നു മറിയമിൻ്റെയും ഉദാഹരണം വിവരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഈ ഉദാഹരണം തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പൂർത്തിയായത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാം കിഷ്തി നൂഹ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിൽ എങ്ങനെയാണ് മറിയമി സിഫത്ത് വന്നത്, പിന്നെ അത് പുരോഗമിച്ച് വഹി ലഭിക്കാൻ തുടങ്ങി, പിന്നെ ഇബ്നു മറിയം ആയത് എങ്ങനെയെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് അക്കാര്യം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് എനിക്കറിയുന്നില്ല. അഹമ്മദിയ ജമാഅത്ത്, മുസ്ലിം അല്ലാത്ത ഇതര പണ്ഡിതന്മാരും ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മറിയമിൻ്റെ രൂപത്തിലായിരുന്നു, പിന്നെ ആത്മീയമായി ഗർഭം ധരിച്ചു, പിന്നെ മറിയമെന്ന് ഇബ്നു മറിയം ഉണ്ടായി എന്ന് മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ മുമ്പിൽ ഞാനൊരു പുസ്തകമുണ്ട്, ഇർഫാൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ ഹിസ്സ അവൽ നിന്ന് എഴുതിയിട്ടുണ്ട് കവർ പേജിൽ. അത് എഴുതിയത് ഫഖീർ നൂർ മുഹമ്മദ് സർവരി ഖാദിരി കലാച്ചൂയി റഹ്മത്തുള്ളാഹി അലൈഹി. അതിൻ്റെ പുസ്തകത്തിൻ്റെ 207 പേജ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. വായിച്ചർത്ഥം പറയാം. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗം നോക്കുക. जिसकी कैफियत यूं थी कि जब आहर सल्लल्लाहु अलैहि वसल्लम के वजूद मसूद में तुखम इस्मुल्लाह ज़ात ने फैलने फूलने का तकाजा शुरू किया. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദാത്തിൽ അള്ളാഹുവിൻ്റെ പേരിൻ്റെ ബീജം വളരാനും വികസിക്കാനും തുടങ്ങി. और आपने अपने अंदर റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ നുസൂലെ വഹി കെ ആസാർ മഹ്സൂസ് കിയെ, വഹീൻ്റെ ഇറക്കത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. यानी हज़रत मरियम की तरह आपने अपने बतने बातिन में
അതായത് ഹസ്രത്ത് മറിയമ്മിനെ പോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആന്തരിക വയറ്റിൽ ഹമലെ വഹി की बेवास्ता സഖാലത്ത് को मालूम किया. വഹി എന്ന ഗർഭത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഭാരം മനസ്സിലാക്കി. ഓർ ബമുഖ്തസായെ ഫഹമലത് ഹു ഫൻതബദത് ബിഹി മക്കാനൻ ഖസിയ എന്ന് സൂറ മറിയമിലെ ഈ പറഞ്ഞ ആയത്ത് അനുസരിച്ച് ആപ്നെ ദശ്തോ ബിയാബാൻ കാ റുഖ് കിയ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിലേക്ക് തിരിച്ചു. और आबादी से दूर एक पहाड़ के गार में जिसे गार हिरा कहते हैं എന്നിട്ട് മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ, ഏതൊന്നിനെയാണോ ഹിറ ഗുഹ എന്ന് പറയുന്നത്, ജാക്കർ മുഅത്തക്കിഫ് ഓർ ഗോശാനശീൻ ഹോകെ, അതിൽ പോയി അവിടെ അതിനകത്ത് എഴുത്തിക്കാഫ് ചെയ്ത് ആളുകളിൽ നിന്നും മാറി ഒറ്റയ്ക്കുള്ള തബത്തുൽ എന്ന ഒറ്റയ്ക്കുള്ള ജീവിതം കഴിച്ചു കൂട്ടി. അത് ആളുകളിൽ നിന്നും വേറിട്ട് മാറി ഒരിടത്തേക്ക് പോയി. ഓർ ബാത്തനി തുഹും കെ सींचने और फूटने और रूहानी ईसा के वज़ा हमल और तवल्लुद होने के इंतज़ार में ഈ ആത്മീയമായ ബീജത്തിന് വെള്ളം നനയ്ക്കാനും അതിനെ വളർത്താനും പിന്നെ റൂഹാനി ഈസാക്കെ വസ ഹമൽ, ഈസയെ പേറിയുള്ള ആ ആത്മീയ ഗർഭത്തെ, ഓർ തവല്ലുദ് ഹോനേക്ക് ഇന്തസാർമേ, ഗർഭത്തെ പിന്നെ പ്രസവിക്കുവാനുള്ള ആ പിന്നെ കാത്തിരിപ്പിൽ ബാർ വഹാൻ ജായ കർത്തെ, പലതവണ അവിടെ പോവുമായിരുന്നു. ഒരു കൈ റോസ് ബൈഠരത്തെ, പല ദിവസങ്ങളും ആ ഗുഹയിൽ പോയി ഇരിക്കുമായിരുന്നു. ആഖിറേക്ക് റോസ് जिब्रील अमीन इस नूरी तुखम इसमुल्ला ज़ात को पानी देने के लिए अल्लाह ताला के बहर अनवार से चश्मे हयात अपने सीने में भर लाए. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ഇതിനു വേണ്ടി പിന്നെ വെള്ളം നനയ്ക്കാനായി അള്ളാഹുവിൻ്റെ അരിവിൽ നിന്നും വെള്ളവുമായി അങ്ങോട്ട് എത്തി. നോക്കുക, എത്ര വ്യക്തമായി പറയുന്നു. അള്ളാഹിൻ്റെ അടുത്ത് കിട്ടുന്ന വെള്ളമാണ് വഹി ഇലാഹി എന്ന് പറയുന്നത്. ആത്മീയ ഗർഭമാണ്, ആത്മീയമായി ആ സ്ഥാനം അള്ളാഹു സിദ്ദീഖിയത്ത് നിന്ന് നുബുവത്തിലേക്ക് പോകുന്ന ആ പ്രവേശിക്കുന്ന രീതി, ആത്മീയമായ ആ സ്ഥാനം കരസ്ഥമാക്കലിനെ കൊണ്ടാണ് ഗർഭം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഉദാഹരണ സഹിതം എഴുതുന്നുണ്ട്. അപ്പോൾ അവരാരും എഴുതുമ്പോൾ ഒരു കുഴപ്പമില്ല. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ വെച്ച് ഈ പറയുമ്പോൾ അത് അപ്പോൾ അവിടെ ഒച്ചപ്പാടുണ്ടാക്കും. ഖുർആനിൽ പറഞ്ഞ പ്രവചനം പൂർത്തിയാവുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇബ്നു മറിയമിനെ കുറിച്ചുള്ള പിന്നെ ഉദാഹരിക്കപ്പെടുമ്പോൾ നിന്റെ സമുദായം ഒച്ചപ്പാടുണ്ടാക്കുന്നു എന്നുള്ള പറഞ്ഞത് പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. ഈ കിഷ്തി നൂഹ് എന്ന ഗ്രന്ഥത്തിൽ ഹദരത്ത് അഹമ്മദ് അലൈഹി സ്വലാം പറഞ്ഞ ഭാഗം കൂടെ ഞാൻ ഇവിടെ പറയാം. വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ അള്ളാഹു മറിയമ്മിൻ്റെ സിഫത്ത് നൽകി, ആദ്യം മറിയമ്മിൻ്റെ ഗുണം നൽകി അനുഗ്രഹിച്ചു. എന്നിട്ട് പിന്നെ അതിൽ അള്ളാഹു നഫഖ് റൂഹ് ഊതി. പിന്നെ അതിൽ നിന്ന് ഈസ ജനിച്ചു. और ईसा उससे पैदा हुआ. इस आयत में इस बात की तरफ इशारा था कि इस उम्मत में एक शख्स होगा, पहले मरियम का मर्तबा उसको मिलेगा. ഈ ആയത്തിൽ പറയുന്നത് ഈ ഉമ്മത്തിലൊരു വ്യക്തി ആദ്യം മറിയമിൻ്റെ സ്ഥാനം കരസ്ഥമാക്കുന്നതായിരിക്കും. ഫിർ ഉസ്മെ ഈസാ കി റൂഹ് ഫൂങ്കി ജാവേഗി, എന്നിട്ട് അതിൽ ഈസയുടെ പിന്നെ റൂഹ് അതിൽ ഊതുന്നതായിരിക്കും. തബ് മറിയമ്മേ സെ ഈസ നിക്കലായക, അങ്ങനെ മറിയമിൽ നിന്ന് ഈസ ഉണ്ടാവും. यानी वो मरियमी सिफात से ईसवी सिफात की तरफ मुंतഖിൽ हो जाएगा. മറിയമ്മിൻ്റെ സിഫാത്തിൽ നിന്ന് പിന്നെ ഈസയുടെ സിഫത്തിലേക്ക് മാറുന്നതായിരിക്കും. ഗോയ മറിയം ഹോനേക്ക് സിഫത്തിനെ ഈസ ഹോനേക്ക ബച്ചാ ദിയ. അങ്ങനെ പറയുകയാണെങ്കിൽ അതായത് മറിയം ആണ് എന്ന സിഫത്ത് ഈസ എന്ന കുട്ടിക്ക് ജന്മം നൽകി. ഇനി മറിയം എന്ന സിഫത്ത് ഈസ എന്ന കുട്ടിക്ക് ജന്മം നൽകി. ഇസി തറ വോ ഇബ്നു മറിയം കഹലായക, അങ്ങനെ അദ്ദേഹം ഇബ്നു മറിയം എന്നറിയപ്പെടും. ഇത് ബറാഹീൻ അഹമ്മദ് തന്നെ ഉണ്ട്. ജൈസ ബറാഹീൻ അഹമ്മദിയ മേരാ നാം മറിയം രഖ, എപ്രകാരം ബറാഹീൻ അഹമ്മദിൽ തന്നെ എൻ്റെ പേര് മറിയം എന്ന് വെച്ചിട്ടുണ്ട്. എന്ന് നോക്കുക, അടുത്ത വരികൾ നോക്കുക. അദ്ദേഹത്തിന് ലഭിച്ച ഇൽഹാമുകൾ ബറാഹീൻ അഹമ്മദിൽ ആദ്യം മുഹമ്മദ് ഹുസൈൻ ബട്ടാലിയെ പോലുള്ളവർക്ക് കേട്ട് ആ പുസ്തകത്തെ ഏറ്റുപറഞ്ഞ് നല്ല പുസ്തകമാണ്, ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ഈ കാലത്തെ
എല്ലാ കാര്യങ്ങളും അതിലുണ്ട്, അത് എഴുതിയ ആൾ ഈ കാലത്തിന് മുജദ്ദിദാണെന്നൊക്കെ പറഞ്ഞ ആ ഗ്രന്ഥം, അതിലെന്താണ് ഇൽഹാമ്? അന്ന ലക്ക ഹാദ. ഖുറാനിൽ മറിയമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അന്ന ലക്കി ഹാദ എന്ന്, മുഅന്നസാണ്. ഇവിടെ മുദക്കർ പുല്ലിംഗ രൂപത്തിൽ. അത് ഇവിടെ അദ്ദേഹം ലഭിച്ച ഇൽഹാമുകൾ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു പുരുഷനായിട്ടാണ് അള്ളാഹു മുഖാത്തബ് ചെയ്തിരിക്കുന്നത്, സംബോധന ചെയ്തിരിക്കുന്നത്. പക്ഷെ പേര് മറിയം എന്ന് കൊടുത്തു, അതായത് മറിയമുള്ള സിഫത്ത് അദ്ദേഹം നൽകിയെന്നാണ്. ഖുറാൻ ഇത്രയും സ്ത്രീകളുടെ പേരുണ്ടായിട്ട് ഖുറാനിൽ അള്ളാഹു ഒരേ ഒരു സ്ത്രീയുടെ പേരെ കൊടുത്തിട്ടുള്ളൂ, മറിയം. ആ മറിയമ്മിനെ അള്ളാഹു സത്യവിശ്വാസികൾക്ക്, പുരുഷന്മാർക്ക് ഒരു മാതൃകയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഉദാഹരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അന്ന ലക്ക ഹാദ, ഇവിടെ അന്ന ലക്കി എന്ന് പറഞ്ഞിട്ടില്ല ഇൽഹാമിൽ. പിന്നെ അടുത്ത വരിയിൽ നോക്കുക, ഹുസ്സ ഇലൈക്ക ബിജിദ്ഇൻ നഖ്ലത്തി. ഹുസി ഇലൈക്കി എന്നാണ് സ്ത്രീലിംഗാണെങ്കിൽ പറയേണ്ടത്, പക്ഷെ അദ്ദേഹം ലഭിച്ച ഇൽഹാമ് ഹുസ്സ ഇലൈക്ക എന്നാണ്. പിന്നെ യാ മറിയമുസ്കുൻ അൻത വസൗജുക്കൽ ജന്നത. സ്ത്രീലിംഗാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? യാ മറിയമുസ്കുനി അൻതി വസൗജുക്കി എന്നാണ് പറയേണ്ടത്. പിന്നെ നഫഖ്തു ഫീക്ക മില്ലദുന്നി, നഫഖ്തു ഫീക്കി എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായി പറയുന്ന, അദ്ദേഹം ഒരിക്കലും ബാഹ്യരൂപത്തിലൊരു സ്ത്രീയാണെന്നോ മറിയം എന്ന സ്ത്രീയാണ് തന്നിലുണ്ടെന്നല്ല, മറിയമിലുള്ള പുരുഷൻ സത്യവിശ്വാസി, ആ പുരോഗതി പ്രാപിക്കുന്ന സത്യവിശ്വാസി എന്ന ഗുണമാണ് അദ്ദേഹത്തിലുള്ളത് എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നു. അപ്പോൾ ഞാനിവിടെ മേലുദ്ധരിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന് ഉള്ള ഉദാഹരണം. അതുകൂടാതെ ഇസ്ലാമിൽ പണ്ഡിതന്മാർ തന്നെ ഈ രൂപത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ പുരോഗതിയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണം കൊടുത്തു. അതുകൂടാതെ ഹദരത്ത് അഹ്മദ് അലൈഹി ഇസ്ലാം എഴുതിയത് വായിച്ച് കേൾപ്പിച്ചു. ഇനിയും മറിയമായത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അല്പം അവരുടെ ആ അറിവിനെയും ചിന്തയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞോളാം എന്നില്ല.